ഡിവൈൻ ബാങ്ക്വറ്റിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഈ എപ്പിസോഡിൽ നാം ചിന്തിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥനയെക്കുറിച്ച് ഓർപ്പിച്ച ഒരു തിരുവചന ഭാഗം വായിച്ച് നാം ഇന്ന് ദൈവവചന ധ്യാനത്തിനായി സമയം വേർതിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം, അതിൻ്റെ 6-ാം വാക്യം. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്ക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഈ ദൈവവചനത്തിൻ്റെ മൂലഭാഷയിൽ ഇപ്രകാരമാണ് ഓർപ്പിക്കുന്നത്: നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ നിന്നെ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, നീ പിതാവിനോട് മാത്രം രഹസ്യമായി പറഞ്ഞ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് പരസ്യമായി പിതാവ് മറുപടി അയക്കും. നമ്മുടെ ഏറ്റവും വലിയ ധൈര്യമാണ് നാം പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഒരു ലോക മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അതിന് നടുവിൽ ഒരുപക്ഷെ അവൻ ചിന്താകുലം ഉള്ളവനായിരിക്കാം, ഉത്കണ്ഠാകുലനായെന്നിരിക്കാം. പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ ധൈര്യമാണ് നാം പ്രാർത്ഥിക്കുന്നവരാണ്. ഒരുപക്ഷെ നാം അറിയപ്പെടുന്നത് തന്നെ പ്രാർത്ഥനക്കാരെന്നാണ്. ഏറ്റവും കൂടുതൽ കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ചു. താൻ പഠിപ്പിച്ചതിനെ താൻ തെളിയിച്ച് കാണിച്ചു. ഇതാണ് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നാം കാണുന്നത്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ 4 സുവിശേഷങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ ഏതാണ്ട് 28 ദിവസങ്ങൾ മാത്രമേ സുവിശേഷങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളൂ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷ, ആ കാലയളവിൽ കർത്താവ് എന്തെല്ലാമാണ് ചെയ്തത് എന്നുള്ളത് പോലും അതിനെക്കുറിച്ച് വ്യക്തമായ അറിവുകൾ നമുക്ക് ലഭിക്കുന്നില്ല. മറിച്ച് കർത്താവായ യേശുക്രിസ്തു ചെയ്ത വെറും 28 ദിവസത്തെ കാര്യം മാത്രമാണ് 4 സുവിശേഷങ്ങളിലുള്ളത് എന്ന് നാം കാണുമ്പോൾ അതിലെത്രയോ കൂടുതൽ കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് ഓർപ്പിക്കുമ്പോൾ, കർത്താവ് അത് പ്രാർത്ഥിച്ച് തെളിയിച്ചവനും പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ കർത്താവ് പിതാവ് തനിക്ക് ആരാണ് എന്നുള്ളത് മറ്റുള്ളവരെ അറിയുവാൻ ആഗ്രഹിച്ചവനുമാണ്. നമ്മുടെ ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് ആണ്, രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിൻ്റെ ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് ആണ്, എനിക്കൊരു പിതാവുണ്ട്. യേശു ഈ വിഷയത്തെ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നത് ശിശുവിൻ്റെ വിശ്വാസം എന്നുള്ളൊരു പദത്തിലൂടെയാണ്. കർത്താവ് നമ്മോട് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയാണ്. ശിശു ഒരു പ്രശ്നത്തെ കാണുന്നത് അവന് പ്രശ്നമുള്ളവനായിട്ടല്ല. ഒരു മുതിർന്ന വ്യക്തി എനിക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ശിശു പറയുന്നു, എനിക്കൊരു പിതാവുണ്ട്. പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്ന ലോകക്കാരുടെ നടുവിൽ അതേ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന നാം പറയുന്നു, എനിക്ക് പ്രശ്നങ്ങളല്ലുള്ളത്, അതിനേക്കാൾ വലിയ ഒരു പിതാവ്. ഇതാണ് നമ്മുടെ കോൺഫിഡൻസ്. ഈ കോൺഫിഡൻസ് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ രക്ഷാനുഭവത്തിലൂടെയാണ്. അപ്പോൾ കർത്താവുമായി വ്യക്തിപരമായി ബന്ധമുള്ള ഒരുവനോട് തിരുവചനം ഓർപ്പിക്കുന്ന ഒരു വലിയ സത്യമാണ്, കരുതുന്നൊരു പിതാവ് നമുക്കുണ്ട്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലുമായിട്ട് പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് നമ്മെ പഠിപ്പിക്കുമ്പോൾ വ്യക്തമായി നാം തിരിച്ചറിയുവാൻ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമാണ്, നിങ്ങൾ അനാഥരല്ല, നിങ്ങൾ ഓർഫൻസ് അല്ല, നിങ്ങൾക്കൊരു അപ്പനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു ഉറപ്പാണ് ആത്മീക ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മെ നടത്തുന്നത്. മറ്റെല്ലാ സൃഷ്ടികളെ സംബന്ധിച്ചും ദൈവം അവർക്ക് ദൈവമാണ്, സൃഷ്ടിതാവാണ്. പക്ഷെ നമ്മെ സംബന്ധിച്ച് ദൈവം കേവലം നമ്മുടെ സൃഷ്ടിതാവല്ല, മറിച്ച് നമ്മുടെ പിതാവാണ്. ഈ ഒരു വലിയ തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിടുവാനുള്ള നമ്മുടെ ധൈര്യവും നമ്മുടെ പ്രാർത്ഥനകളിലെ ഉറപ്പും. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വിവിധ ഇടങ്ങളിലായിട്ട് കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥനയെക്കുറിച്ച്
പഠിപ്പിക്കുമ്പോൾ താൻ പറയുന്ന ചില പ്രത്യേക പദങ്ങൾ അത് ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ഇപ്രകാരം പറയുന്നു, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ കർത്താവ് ഇപ്രകാരം പറയാണ്, ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. അടുത്ത വാക്യത്തിൽ കർത്താവ് പറയുന്നു, ചോദിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്നു. ഇത് പിതാവ് ചോദിക്കുന്ന സകല മക്കൾക്കും കൊടുക്കുന്നു എന്നുള്ള സത്യമാണ് കർത്താവ് നമ്മെ അറിയിപ്പാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ചോദിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്നു എന്ന് നാം വിശ്വസിക്കാറില്ല. എന്നാൽ വചനം പറയുന്നു ചോദിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്നു. നാം പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് പോലും ലഭിച്ചെങ്കിൽ ആകട്ടെ, ലഭിച്ചില്ലെങ്കിൽ ദൈവഹിതം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ താൻ പ്രാർത്ഥിക്കുന്നത് ദൈവഹിതപ്രകാരമാണെന്നും ദൈവം അത് തനിക്ക് നൽകുമെന്നും തിരിച്ചറിഞ്ഞിട്ട് മാത്രമേ അവൻ പ്രാർത്ഥിക്കാവൂ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് വേഗത്തിൽ മറുപടി ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇവിടെ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ എന്നുള്ള പദം നിങ്ങൾ കാണുക, ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. പ്രൈസ് ഗോഡ്. യാക്കോബ് തൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ യാചിക്കായിക കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല, നിങ്ങൾ ചോദിക്കായിക കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. എന്നാൽ യേശു പറയുന്നു, നിങ്ങൾ ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. അടുത്ത വാക്യത്തിൽ ഇപ്രകാരം കർത്താവ് ഓർപ്പിക്കുകയാണ്, 7-ാം അധ്യായം 8-ാം വാക്യത്തിൽ, ചോദിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പദമാണ് ചോദിക്കുന്ന എല്ലാവർക്കും ലഭിക്കും. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും അതിന് മറുപടി ലഭിക്കുമെന്ന്? യേശു തൻ്റെ തിരുവചനത്തിൽ നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ പിതാവ് മുഖപക്ഷമുള്ളവനല്ല. ഒരുപക്ഷേ നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ കാത്തിരിക്കുന്ന ഒരപ്പനെ കുറിച്ചാണ് കർത്താവ് ഓർപ്പിക്കുന്നത്. ഈ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥന നിങ്ങൾ അതിനെക്കുറിച്ച് തിരുവചനത്തിൽ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, യേശു പരസ്യമായി അധികം പ്രാർത്ഥിച്ചിട്ടില്ല. യേശു പരസ്യമായി പ്രാർത്ഥിച്ച ഒരേ ഒരു പ്രാർത്ഥന ലാസറിനോടുള്ള ബന്ധത്തിലാണ്. ആ പ്രാർത്ഥന പോലും യേശു ഒരു വിഷയപ്രാർത്ഥന നടത്തുകയല്ല. താൻ ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന എപ്പോഴും കേൾക്കുന്നതിനായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഇപ്പോഴും അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഈ പലപ്പോഴും പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് നാം അവസാനിപ്പിക്കുമ്പോൾ യേശു പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് തന്നെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം എന്നുള്ള ഉറപ്പോടുകൂടിയാണ്. കാരണം താൻ എന്തൊക്കെ ചോദിച്ചാലും തൻ്റെ പിതാവ് തനിക്ക് അത് നൽകും എന്നുള്ള വലിയ തിരിച്ചറിവിനകത്തു നിന്നാണ് പുത്രൻ പ്രാർത്ഥിക്കുന്നത്. മറ്റൊരു കാര്യം, കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നമ്മോട് പറഞ്ഞു തരുന്നത്, പ്രാർത്ഥന അപ്പനും മക്കളും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. കേവലം ഒരു സൃഷ്ടിതാവിനോട് ആവശ്യങ്ങൾ ചോദിക്കുകയല്ല, മറിച്ച് ഒരു കുടുംബത്തിൽ പിതാവിനോട് മക്കൾ കാര്യങ്ങൾ പറയുന്നത് പോലെ പറയുകയും ചോദിക്കുകയും വാങ്ങുകയും ചെയ്യുവാനുള്ള ഒരു വലിയ സ്വാതന്ത്ര്യത്തിലേക്ക്, ഒരു കുടുംബ ബന്ധത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ് കർത്താവ്. അപ്പോൾ ഈ വീണ്ടും ജനന അനുഭവത്തിലൂടെ നമുക്ക് അത് ലഭിച്ചിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് ആ തിരിച്ചറിവില്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമുണ്ട്, യേശു കർത്താവിനെ കൈക്കൊണ്ട് യേശു കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. അടുത്ത വാക്യം വളരെ ശ്രദ്ധിക്കുക. ആ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവർ വന്നത്, അഥവാ യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവർ, അവർ വന്നത് അഥവാ ജനിച്ചത് രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഇത്ര മനോഹരമായ വാക്യമാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ വീണ്ടും ജനിക്കപ്പെട്ട ഒരുവനെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരുവചനമാണ് പറയുന്നത്, അവർ വന്നത് സാധാരണ മനുഷ്യരെ പോലെയല്ല. നമ്മൾ ഒരിക്കലും സാധാരണ മനുഷ്യരല്ലെന്നാണ് ദൈവവചനം പറയുന്നത്. ആമേൻ. അവർ വന്നത് രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പോൾ നമ്മെ ദൈവത്തിൽ നിന്ന് ജനിച്ചവരെന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നത്. പലപ്പോഴും ഈ ദൈവമക്കൾ എന്നുള്ള പദവി എന്താണെന്ന്
നാം മനസ്സിലാക്കാറില്ല. അതുകൊണ്ട് തന്നെ ലോകക്കാരോട് ചേർത്ത് നാം പലപ്പോഴും നമ്മെ ഉപമിക്കാറുണ്ട്, താരതമ്യം ചെയ്യാറുണ്ട്. എന്നാൽ തിരുവചനം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും, നാം ലോകക്കാരുമായി നാം നമ്മെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ ദൈവവചനം അനുവദിക്കുന്നില്ല. ആമേൻ. നാം സാധാരണ പറയാറുണ്ട്, ലോകക്കാർക്ക് പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾക്കും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാമോ, ലോകക്കാർക്കും നമുക്കും പ്രശ്നങ്ങളുണ്ടാകാം. നമുക്ക് ലഭിച്ച ദൈവകൃപ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലെ കാറ്റുകളെ തടയുന്നില്ല, തിരകളെ തടയുന്നില്ല. പക്ഷെ ആ തിരകൾക്കും കാറ്റുകൾക്കും നടുവിൽ നിൽപ്പാൻ ഒരു ലോകക്കാരനില്ലാത്ത ബലം ദൈവം നമുക്ക് നൽകുന്നുണ്ട്. കർത്താവിൻ്റെ കൃപ ഒരിക്കലും കാറ്റുകളെ തടയുന്നില്ലെങ്കിലും നിങ്ങൾ കാറ്റിൻ്റെ ഇരമ്പം കേട്ടേക്കാം, തിരകളുടെ ശബ്ദം നിങ്ങൾ കേട്ടേക്കാം. പക്ഷേ അതിന് മീതെ വ്യാപരിക്കുന്ന ഒരു ദൈവകരം കണ്ട് ആശ്വസിക്കുവാനും സന്തോഷിക്കുവാനും ഈ തിരകളെക്കാളും, ഈ തിരകളുടെ അല്ലെ കടലിൻ്റെ ആഴത്തേക്കാൾ വലിപ്പമുള്ളൊരു വിശ്വാസം എനിക്ക് എൻ്റെ അപ്പനോടുണ്ട് എന്ന് തെളിയിക്കുവാനും നമുക്ക് കഴിയും. നമ്മുടെ ഓരോ പ്രതിസന്ധികളിൽ പോലും ദൈവം ആഗ്രഹിക്കുന്നത് ആ പ്രതിസന്ധികളെക്കാൾ നമുക്ക് ബലമുണ്ട് എന്ന് നാം തിരിച്ചറിയുവാനും നാം ആ അപ്പനോടുള്ള നമ്മുടെ കോൺഫിഡൻസ് അത് തെളിയിക്കുവാനുമാണ്. കർത്താവ് അതിന് നമുക്കിടയാക്കട്ടെ. തുടർന്ന് നമുക്ക് അടുത്ത ദൈവവചന ഭാഗത്തേക്ക് വരണം. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മൾ മത്തായി 7:7 ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ചോദിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്നു. അപ്പോൾ കർത്താവ് അവിടെ ഒരു ക്ലോസ് വെക്കുകയാണ്. ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. ഈ ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള പദം നിങ്ങൾ വായിക്കുമ്പോൾ കൃപാസനത്തിൽ നമ്മെ വെയിറ്റ് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. കൃപാസനത്തിൽ നമ്മളെ കാത്തിരിക്കുന്ന ഒരു കർത്താവുണ്ട്. ആമേൻ. അപ്പം നാം നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുവാൻ നാം പ്രാർത്ഥനാമുറിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മെ വെയിറ്റ് ചെയ്യുന്ന, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരപ്പൻ. പ്രൈസ് ഗോഡ്. നാം പ്രാർത്ഥനാമുറിയിൽ മുഴങ്കാൽ മടക്കി കഴിഞ്ഞിട്ടല്ല കർത്താവ് അവിടെ വെളിപ്പെടുന്നത്, മറിച്ച് നമ്മെ കാത്ത് പ്രാർത്ഥനാമുറിയിൽ വെയിറ്റ് ചെയ്യുന്ന ഒരപ്പൻ. അതത്ര മനോഹരമായൊരു വിവരണമാണ് യേശു കർത്താവ് നമുക്ക് നൽകുന്നത്. നാം പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ തിരികെ മടങ്ങി വരുന്നത് വരെ മാതാപിതാക്കൾ വെയിറ്റ് ചെയ്യുന്നത് പോലെ, പ്രൈസ് ഗോഡ്, പ്രാർത്ഥനാമുറികൾക്കകത്ത് നമ്മെ കാത്തിരിക്കുന്ന, നമ്മുടെ ആവശ്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരപ്പനെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരുവചനം സ്പഷ്ടമായി മത്തായിയുടെ സുവിശേഷത്തിൽ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇന്ന് നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ വെറും ജൽപ്പനങ്ങളല്ല, അത് പാഴ്വാക്കുകളല്ല. നമ്മുടെ ഓരോ വാക്കുകളെയും ശ്രദ്ധിക്കുന്ന, അതിൻ്റെ പിൻപിലുള്ള നമ്മുടെ നെടുവീർപ്പുകളെ അറിയുന്ന ഒരു നല്ല പിതാവ് നമ്മുടെ കൈ പിടിച്ചിരിക്കുന്നു എന്നുള്ള ആ വലിയ നിർണയം ഈ പകൽ നമ്മിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മിക്കവാറും വളരെ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ നീണ്ട നാളുകളായിട്ട് പ്രാർത്ഥന ഒരു തപസ്യയാക്കി മാറ്റിയവരൊക്കെയുണ്ട്. പക്ഷേ പലപ്പോഴും അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ പലതിനും വിടുതലുകൾ കണ്ടിട്ടില്ല. ഞാൻ 2 കാര്യം നിങ്ങളോട് സജസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരം പറയുന്നു, യോഹന്നാൻ്റെ ലേഖനത്തിലാണത് പറയുന്നത്, നാം അവൻ്റെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും നാം അപേക്ഷിച്ചാൽ അത് അവിടുന്ന് നമുക്ക് നൽകിത്തരും എന്നുള്ളത് നമുക്ക് അവനോടുള്ള പ്രാഗൽഭ്യമാകും. പ്രൈസ് ഗോഡ്. ഒന്നാമത്തെ കാര്യം, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ഹിതമാണ്, എനിക്ക് ഈ വിഷയത്തിന് വിടുതൽ കിട്ടുക എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ആ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടിയുണ്ട്. എന്നാൽ മിക്കപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളും ഇത് ദൈവഹിതമാണോ എനിക്ക് ലഭിക്കുന്നത്, ഈ വിഷയത്തിന് മറുപടി ലഭിക്കുന്നത് ദൈവഹിതമാണോ എന്ന് പലപ്പോഴും നാം തിരിച്ചറിയാറില്ല. എന്നാ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, എത്ര വലിയ വിഷയമായിക്കൊള്ളട്ടെ, ഈ വിഷയം പരിഹരിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവഹിതം ഉറപ്പാക്കി പ്രാർത്ഥിക്കുക. 2, കർത്താവ് ഇപ്രകാരം നമ്മെ ഓർപ്പിച്ചു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ആമേൻ. ഈ ഫെയ്ത്ത് എന്ന് പറയുന്ന വാക്ക് ഗ്രീക്കിൽ അതിന് പിസ്റ്റിസ് എന്നാണ് പറയുന്നത്. ഫെയ്ത്ത്, ട്രസ്റ്റ് എന്നൊക്കെ പറയും. പ്രൈസ് ഗോഡ്. ഈ ഫെയ്ത്ത് എന്നുള്ള പദത്തിന് ബൈബിൾ കൊടുക്കുന്ന ആഴത്തിലുള്ള ഒരർത്ഥമാണ്. ആമേൻ. ഒന്നുകൂടി പറഞ്ഞാൽ, ഈ ട്രസ്റ്റ് എന്നുള്ള പദത്തെ ബൈബിള് വ്യാഖ്യാനിക്കുന്നത് അബ്രഹാം പിതാവിലൂടെയാണ്. ആമേൻ.
തൻ്റെ 75-ാം വയസ്സിൽ വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട അബ്രഹാം പിതാവ് ഒരുപക്ഷെ കണ്ണുകളും അടച്ച് തൻ്റെ കൈ പിടിക്കുന്ന ദൈവത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുകയാണ്. കണ്ണുകളും അടച്ച് തൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്ന ഒരു അബ്രഹാമിനെ സ്നേഹിക്കുന്നൊരു ദൈവം. അപ്പോൾ ദൈവത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അപ്പൻ ഏറ്റവും കൂടുതൽ പ്രിയപ്പെടുന്നതാണ് നമ്മുടെ വിശ്വാസത്തെ. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു ബാലികേറാമലയല്ല, മറിച്ച് കണ്ണുമടച്ച് ഒരാളെ ട്രസ്റ്റ് ചെയ്യുകയാണ്. പ്രൈസ് ഗോഡ്. അബ്രഹാം എന്ന് പറയുന്ന ഒരു കൽദയനായ മനുഷ്യൻ, ഒരു ദൈവപ്രത്യക്ഷത ഉണ്ടായി. ആ ദൈവപ്രത്യക്ഷതയ്ക്ക് ശേഷം സ്വന്തം ഊരും ദേശവും ഒക്കെ വിട്ട് ഈ ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെടുക. വാസ്തവത്തിൽ അത് വളരെ ആശ്ചര്യകരമായ കാര്യമാണ്. ഇന്നത്തെ പോലെ സഭായോഗങ്ങളില്ല, ഇന്നത്തെ പോലെ പ്രസംഗങ്ങളില്ല, ബൈബിൾ പഠിപ്പിക്കാൻ ആരുമില്ല, ബൈബിളില്ല. ഇതൊന്നും ഇല്ലാത്ത സമയത്ത് എപ്പോഴോ കണ്ടൊരു സ്വപ്നം, അല്ലെങ്കിൽ എപ്പോഴോ വെളിപ്പെട്ട ഒരു വെളിപ്പാട്, രണ്ടാമതൊരിക്കൽ ദൈവം ഒന്നും ഓർപ്പിച്ചിട്ടില്ല. പക്ഷെ ആ കേട്ട ഒരു ദൈവശബ്ദത്തിനായി കണ്ണുമടച്ച് പുറപ്പെടുന്നൊരു മനുഷ്യൻ. ആമേൻ. അങ്ങനെ അബ്രഹാം കണ്ണുമടച്ച് ദൈവത്തിൻ്റെ പിന്നാലെ പുറപ്പെട്ട ആ വിശ്വാസത്തെയാണ് ദൈവം ശ്ലാഘിച്ചത്, അല്ലെങ്കിൽ ദൈവം കണക്കിട്ടത്. അപ്പം നമ്മുടെ ജീവിതത്തിലും കണ്ണുമടച്ചുള്ളൊരു വിശ്വാസം, ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഈ ആഴമേറിയ വിശ്വാസം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ യേശു അങ്ങനെയൊന്നും പറയുന്നില്ല കേട്ടോ. യേശു ഈ ബൈബിളിനകത്ത് ആഴമേറിയ വിശ്വാസമെന്നോ ഘനമേറിയ വിശ്വാസമെന്നോ ഒന്നും പറയുന്നില്ല. കർത്താവ് പറയുന്നത് ശിശുവിനെ പോലെയുള്ള വിശ്വാസം, സിമ്പിൾ ഫെയ്ത്ത്. പ്രൈസ് ഗോഡ്. ലളിതമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിന് പ്രശ്നങ്ങളുടെ വലിപ്പമൊന്നും അറിയത്തില്ല. പ്രൈസ് ഗോഡ്. മറിച്ച് അവൻ അറിയാവുന്ന ഏക കാര്യം, എനിക്കൊരു അപ്പനുണ്ട്. ഇത് സിമ്പിൾ ഫെയ്ത്താണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഞാൻ ഒരു അനുഭവം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വീടിന് സമീപമായിട്ട് ഒരു പ്രത്യേക സമൂഹത്തിന് അവരുടെ മതപരമായ ചടങ്ങുകൾ നടത്തുന്ന ഒരു ഘോഷയാത്രയൊക്കെ. ആ ഘോഷയാത്രകൾ വലിയ ആനകളെയൊക്കെ എഴുന്നള്ളിക്കാറുണ്ട്. ഈ 10-15 ആനകളൊക്കെ എഴുന്നള്ളിപ്പിനായി കൊണ്ടുവരും. വമ്പൻ ജനാവലിയാണ് ഇത് കാണാൻ റോഡിൻ്റെ ഇരുവശമൊക്കെ നിൽക്കുന്നത്. പക്ഷേ ഇവരൊക്കെ ഈ റോഡിൻ്റെ ഇരുവശം നിൽക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരിക്കൽ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഒരു കൊച്ചു കുഞ്ഞ് ഒരപ്പൻ്റെ ഒക്കത്ത് ഇരുന്ന് ഇത് കാണുകയാണ് ഈ ആൾക്കൂട്ടത്തിന് നടുവിൽ. എന്നാ അലങ്കരിച്ച് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന ആനകളിലൊന്ന് ഇടഞ്ഞു. ആളുകൾ പരിഭ്രാന്തരായിട്ട് ഓടുന്ന സമയത്ത് ഒരു കുലുക്കവുമില്ലാതെ അപ്പൻ്റെ നെഞ്ചോട് ചാരി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞ്. അതിൻ്റെ കണ്ണിൽ ഭയമൊന്നുമില്ല. പ്രൈസ് ഗോഡ്. ഞാൻ ആ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കി. ആ അപ്പനും അല്പം ഭയപ്പെട്ടിട്ടുണ്ട്. കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുവാൻ ഈ ചിതറി ഓടുന്ന, തിരക്കിട്ട് പ്രാണന് വേണ്ടി ഓടുന്ന ആളുകൾക്കിടയിൽ അദ്ദേഹവും പരിഭ്രാന്തിപ്പെടുമ്പോഴും കരയാതെ വളരെ ശാന്തതയോടെ കയ്യിലിരിക്കുന്ന കളിപ്പാട്ടമൊക്കെ നോക്കി ആ കുഞ്ഞ് അവിടെ വളരെ സ്വസ്ഥതയോടെ ഇരിക്കുന്നത്. കാരണം അവനൊരു ഉറപ്പുണ്ട്, ഞാൻ എൻ്റെ അപ്പൻ്റെ കരങ്ങളിലാണ്. സിമ്പിൾ ഫെയ്ത്ത്. പ്രൈസ് ഗോഡ്. കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് നമ്മോട് പറയുകയാണ്, നിങ്ങൾ ലളിതമായ വിശ്വാസമുള്ളവരായിരിക്കട്ടെ. അതാണ് ആഴമേറിയ വിശ്വാസം. പ്രൈസ് ഗോഡ്. ഇപ്പോൾ 2 കാര്യങ്ങൾ ഓർക്കുക. ഒന്നാമത്തേത്, നമുക്കൊരു പിതാവുണ്ട്. നാം കേവലം സൃഷ്ടികളല്ല, നാം അപ്പൻ്റെ മക്കളാണ്. എബ്രായലേഖനം 2-ാം അധ്യായത്തിൽ നിങ്ങൾ പഠിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് 1-ാമത്തെ അധ്യായത്തിലും 2-ാമത്തെ അധ്യായത്തിലും വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിച്ചതിന് ശേഷം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ തെളിയിക്കുന്ന ഹെബ്രായ ലേഖകൻ 2-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു, നമ്മെ വിശുദ്ധീകരിക്കുന്ന ആ പിതാവിനും വിശുദ്ധീകരിക്കപ്പെടുന്ന നമുക്കും, പ്രൈസ് ഗോഡ്, അഥവാ നമ്മെ വിശുദ്ധീകരിക്കുന്ന യേശുവിനും വിശുദ്ധീകരിക്കപ്പെടുന്ന നമുക്കും ഒരുവനല്ലോ പിതാവ്. പറഞ്ഞതിൻ്റെ അർത്ഥം കർത്താവായ യേശുക്രിസ്തുവിനും നമുക്കും ഒരേ ഒരു പിതാവാണ്. ആമേൻ. ഇത് വളരെ സന്തോഷകരമായ ഒരു വെളിപ്പാടാണ്. ഇത് വളരെ സന്തോഷകരമായ ഒരു തിരിച്ചറിവാണ്. നമ്മെ വിശുദ്ധീകരിക്കുന്ന യേശുവിനും
വിശുദ്ധീകരിക്കപ്പെടുന്ന നമുക്കും ഒരുവനല്ലോ പിതാവ്. അതുകൊണ്ട് അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിക്കുവാൻ ലജ്ജിക്കുന്നില്ല എന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുക. നാം കർത്താവിൻ്റെ സഹോദരന്മാരും കർത്താവിൻ്റെ പിതാവ് നമ്മുടെ പിതാവുമാണെന്ന് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ഓർപ്പിക്കുക. ഇത് വലിയൊരു കോൺഫിഡൻസാണ് ദൈവമക്കളെ. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവഹിതം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഈ വചന ശുശ്രൂഷ പ്രയോജനമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങൾ ദൈവകരങ്ങളിൽ ജാഗരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ വിഷയം ഏതു തന്നെ ആയിക്കൊള്ളട്ടെ, അത് രോഗമാകട്ടെ, മറ്റ് സാമ്പത്തിക വിഷയങ്ങളാകട്ടെ, കുടുംബ പ്രശ്നമായിക്കൊള്ളട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാമത് നിങ്ങൾ അറിയേണ്ടത് നിങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ച് എന്താണ് ഈ ദൈവവചനം പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല പ്രശ്നങ്ങളെക്കുറിച്ചും അതിനുള്ള പരിഹാരങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. നിങ്ങൾക്കൊരു പക്ഷേ ഒരു രോഗമായിരിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു രോഗമാണെങ്കിൽ ഈ രോഗത്തെക്കുറിച്ച് എന്താ ദൈവവചനം പറയുന്നത്? രോഗത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത് നിങ്ങൾ സൗഖ്യമാകുമെന്നാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഈ തിരുവചനത്തിൽ നിന്ന് ഞാൻ സൗഖ്യമാകുന്നതാണ് ദൈവഹിതം എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങൾ കോൺഫിഡൻസോടെ പ്രാർത്ഥിക്കാൻ കഴിയും. നിങ്ങൾ അങ്ങനെ കോൺഫിഡൻസോടെ എനിക്ക് എൻ്റെ അപ്പനത് നൽകുമെന്നുള്ള ബോൾനെസ്സോടെ പ്രാർത്ഥിക്കുന്ന ഇടത്ത് പിതാവ് നിങ്ങൾക്ക് മറുപടി അയക്കും എന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാമത്തെയും 8-ാമത്തെയും വാക്യം നമുക്കിന്ന് ധ്യാനിക്കാം. നിങ്ങൾ ഈ തിരുവചന ഭാഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സമയത്തിന് ശേഷം നിങ്ങളുടെ ബൈബിൾ തുറക്കുക, നിങ്ങൾ ഈ ദൈവവചന ഭാഗം ധ്യാനിക്കുക. നിങ്ങൾ കേൾക്കുന്ന ഒരു ദൈവവചന ഭാഗവും നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല. മറിച്ച് നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾ ധ്യാനിക്കുമ്പോൾ മാത്രമാണ് ആ ദൈവവചനം നിങ്ങളുടേതാകുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ധ്യാനിക്കാം, ഈ വചനത്തെ നമ്മുടേതാക്കാം. നമുക്കൊരു പിതാവുണ്ട്, സ്നേഹിക്കുന്നൊരു പിതാവ്, അറകളിൽ രഹസ്യ അറയിൽ എന്നെ കാത്തിരിക്കുന്നൊരു പിതാവ്. നിന്റെ വിഷയം നീ മറ്റാരോടും പറയരുത്, എന്നോട് മാത്രം പറയണം. മറ്റാര് പരിഹരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാനത് പരിഹരിച്ചു തരാം എന്ന് പറയുന്ന ഒരു പിതാവ്. മറ്റാരും നിന്റെ വിഷയങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ തന്നെ അത് അറിഞ്ഞോളാം എന്ന് നമ്മെ ഉറപ്പിക്കുന്നൊരു പിതാവ്. ആ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊന്നിച്ച് ആയിരിക്കാൻ കർത്താവ് നമുക്കിടയാക്കട്ടെ. നമുക്ക് ദൈവ കരങ്ങളിൽ ഒന്നിച്ച് ഇന്ന് സമർപ്പിക്കാം. അപ്പം ഞാൻ ആ വാക്യം ഒരിക്കൽ കൂടി പറയുന്നു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യം, ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. 8-ാം വാക്യം, ചോദിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്നു. പ്രൈസ് ഗോഡ്. ഈ വലിയൊരു തിരിച്ചറിവോടെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ മുറിയിലായിരിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കും മുമ്പേ നിങ്ങളുടെ വിഷയങ്ങളുടെ മറുപടി ദൈവത്തിൻ്റെ ഹിതമാണെന്നുള്ള തിരിച്ചറിവിൽ മാത്രം പ്രാർത്ഥിക്കുക. പ്രൈസ് ഗോഡ്. കർത്താവ് അതിന് നമുക്കിടയാക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാമല്ലോ. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചന ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മുറികളിലും, എല്ലാ പ്രിയപ്പെട്ടവരിലും ഈ ദൈവത്തിൻ്റെ വചനം നിവർത്തിച്ച് കാണേണ്ടതിന് കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, ലളിതമായ വിശ്വാസം, ഒരു ശിശുവിനെ പോലെ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന ആ വലിയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളുടെ വിശ്വാസത്തെ ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ അങ്ങ് ഞങ്ങൾക്കിടയാക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ച് ഈ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. അവരാത്മീകവും ഭൗതികവും ശാരീരികവും മാനസികവുമായ എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവിക വിടുതലുകളെ കൽപ്പിച്ചാക്കേണ്ടതിന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. മറ്റൊരു ദൈവവചന ഭാഗവുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ദൈവത്തിൻ്റെ കൃപ ധാരാളം അനുഭവിപ്പാൻ ദൈവം നമുക്കിടയാക്കട്ടെ. ലവ് യു ഓൾ. ഗോഡ് ബ്ലെസ് യു.